ഹലോ, എന്തേ പ്രവിച്ചേട്ടാ? ഡീ ഞാൻ എത്തില്ലാട്ടാ. വൈകിട്ടെത്തൊന്ന് പറഞ്ഞിട്ട്. ഇവിടെ വന്ന കാര്യം കഴിഞ്ഞിട്ടില്ലെന്ന്. എന്തായാലും നേരം വിളിക്കാനാവുമ്പോ എത്തുള്ളൂ. ആണോ? നീ അമ്മനോട് അച്ഛനോടും പറയിട്ടാ. ആ പറയാം. ശരി, എന്നാ ഫോൺ വെച്ചോ. ശരി. പേടിച്ചു പോയി മനുഷ്യൻ. ഈ പട്ടാപ്പകരത്തിന് പേടിച്ചാലോ? പിന്നെ അച്ഛൻ പറഞ്ഞ ഞാൻ കണ്ട. ആര് മോളെ വിളിച്ചത്? അത് പ്രവിച്ചേട്ടൻ ഇന്ന് വരില്ല എന്ന് പറഞ്ഞു. ഇന്ന് വരില്ലേ? ഇല്ലാന്ന്, പോയ കാര്യം കഴിഞ്ഞിട്ടില്ലാന്ന്, രാവിലെ എത്തുള്ളൂ. എന്റെ നെഞ്ചിടിപ്പ് ഇപ്പോഴും പോയിട്ടില്ല. നെഞ്ചിടിപ്പാ? അതെന്ത്? ഞാൻ ഫോൺ ചെയ്ത് തിരിഞ്ഞപ്പ എന്റെ പിന്നിലൊരു രൂപം. എന്റെ നല്ല ജീവൻ പോയി. അച്ഛമ്മ ഉണ്ടാണ്ട് വന്നിട്ടുണ്ടാവൂല്ലേ? നീ ഈ പകലൊക്കെ ഇങ്ങനെ പേടിച്ചാല് ഇന്ന് രാത്രി എങ്ങനെ ഉറങ്ങും? അച്ഛനൊന്നും മിണ്ടാണ്ടിരുന്നേ, വെറുതെ ആളെ പേടിപ്പിക്കണത്. നീ എന്തിനാ പേടിക്കണത്? ഈ പ്രേതം എന്നൊക്കെ വെറുതെ പറയണ്. അതെനിക്കറിയമ്മേ, എന്നാലും പ്രേതം എന്ന് പറയുമ്പോ ഒരു പേടിയല്ലേ നമുക്ക്. അതൊക്കെ വെറുതെ പറയുന്നത് കരുതണ്ടാട്ടാ. പിന്നെ അച്ഛനീ പ്രേതത്തിനെ നേരിട്ടറിയേ. എടി, പണ്ട് കാലത്ത് പലർക്കും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെ, അച്ഛൻ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടാ? ഉണ്ടായിട്ടുണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. നിങ്ങക്ക് എന്തനുഭവം ഉണ്ടെന്ന്? ഒന്ന് പോ മനുഷ്യ അവിടെന്ന്. അമ്മ ഒന്നും മിണ്ടാണ്ടിരുന്നേ, അച്ഛൻ പറയട്ടെ. പണ്ടെന്റെ നല്ല പ്രായത്തിലെ ആ മനപ്പറമ്പിൽ ഒരു പാലമരം ഉണ്ടായിരുന്നു. അതുമ്മല് രാത്രി സമയത്തെ ചിലങ്കടൊക്കെ ഒച്ച കേട്ടിട്ടുണ്ട്. ഈ കിലുക്കം കേൾക്കണ സമയത്തെ നല്ല പാലപ്പൂവിന്റെ മണം വരും. പാലപൂത്ത പിന്നെ പാലപ്പൂവിന്റെ മണം ഉണ്ടാവൂലേ? അതാണ്, ആ സമയത്ത് പാല പൂത്തിട്ടില്ല, പക്ഷെ നല്ല മണം വരും. പകല് ഞങ്ങൾ ആ പാലം ചെന്ന് നോക്കിയപ്പോഴേ നിറയെ ആണികള്. ആണിയാ? അതോരോരുത്തര് ബാധ ഒഴിപ്പിച്ചു കൊണ്ടുവന്ന് അടിക്കണതാണ്. അപ്പ ബാധകളല്ലാതും ഉണ്ടാവില്ലേ? ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോഴേ ചില ആണി അടിച്ചോടുത്ത് ചോര വന്ന് അടയാളം. അയ്യോ, ചോര! ഇതൊക്കെ ഇപ്പൊ സത്യമാണല്ലേ? പിന്നല്ലാണ്ട്, ഇപ്പോഴും ആ പാലമരത്തിന്റെ അടുത്ത് കൂടി പകല് പോലും ആരും പോകില്ലല്ലോ. അത് ശരിയാ, ആ പറമ്പിൽ കൂടി പകല് പോലും ഒരാളും പോകില്ല. എനിക്ക് ഭയങ്കര പേടിയായില്ലേ പോവാൻ. ഹലോ, ഞാൻ വീട്ടിലുണ്ട്, ഞാൻ അതേ വരണ്. ഹലോ, എപ്പോഴാ പ്രവേശിച്ചേട്ടൻ പോരുന്നത്? ഞാൻ പോകുന്നു. അതെ. ഞാൻ കുറെ രാത്രി ആകുമ്പോഴത്തേന് എത്തും. ഞാൻ വണ്ടി ഓടിക്കണം, നീ ഫോൺ വെച്ചോ. ഓക്കെ. അമ്മ, കുഞ്ഞാപ്പാ സരൂരിച്ചേ, അല്ലേ തന്നെ പേടിയായിട്ട് പാടില്ല. കുഞ്ഞ പോയി ചാച്ചിക്കോ, അമ്മ അങ്ങോട്ട് വരാട്ടാ. എന്താണാവോ, ഒരു സുഖമില്ലല്ലേ? അമ്മേ, എന്തോ ഒരു പേടി ഉള്ളില്. ഒന്ന് നേരം വെളുത്താ മതി.
നിങ്ങൾ എവിടെയായിരുന്നത് വരെ? ഞാൻ അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല. അച്ഛന് കഴിക്കാൻ എടുക്കട്ടെ, ഞങ്ങൾ കാണാതായപ്പോ കഴിച്ചു. വേണ്ട മോളെ, ഞാൻ അവിടെ നിന്ന് കഴിച്ച്. നല്ല ക്ഷീണം, ഒന്ന് കിടക്കട്ടെ. അമ്മ ഇന്ന് ഞങ്ങളെ കൂടെ കെടുക്കോ? ആ, ഞാൻ എന്നോട് അങ്ങോട്ട് പറയാനിരിക്കാണ്. മനസ്സിന് എന്തൊരു സുഖക്കുറവ്. നമുക്ക് ഒരുമിച്ച് കിടക്കാം. അമ്മ അമ്മ എന്ത് മോളെ? പുറത്തൊരൊച്ച. രാമ 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 രാമ. ഒന്നും മിണ്ടാണ്ടിരുന്നേ. ചിലപ്പോ രാമൻ എന്ന് പറഞ്ഞ ആളെ പ്രായതായിരിക്കും. അയാളെ വിളിക്കുന്നു കരുതിയിട്ട് അയാൾ ഇങ്ങോട്ട് വരും ട്ടാ. ആ, അത് ശരിയാണ്. ഞാൻ അത്ര ചിന്തിച്ചില്ല. ആ, പ്രവിച്ചേട്ടാ വന്ന്. അവനല്ല. അല്ലമ്മേ, പ്രവിച്ചേട്ടൻ രാത്രി വിളിച്ചപ്പോ എന്നോട് പറഞ്ഞ് വേഗം വരുന്നു. അതെ. നിങ്ങൾ ഉറങ്ങിയില്ലേ? വേഗം ഡോർ തുറന്നല്ല. അതിനുറങ്ങിയിട്ട് വേണ്ടേ? നിങ്ങൾക്ക് ഇതെന്താ പറ്റിയേ? നീ അകത്തൊക്കെ കയറിയ വേഗം കേറി പ്രവിച്ചേട്ട, എന്നിട്ട് പറയാ. കൊറേ നേരായി പുറത്തൊരു കിലുക്കവും ആൾമാറാട്ടവും. എനിക്ക് പട്ടായ വെറുതെ ആവശ്യമില്ലാണ്ട്. ഇതെന്തത്? കുഞ്ഞാവിടെ പാസ്തരല്ലേ ഇത്? ആ, ഇതുമ്മലെന്താ വള്ളി? ഞാൻ മേശപ്പുറത്ത് വെച്ചതാണല്ല. ഇതെന്ത് ഇവിടെ? അതല്ലേ പ്രവിച്ചേട്ടാ പറഞ്ഞത്, കൊറേ നേരായി കിലുക്കോ നഴലും കാണുന്നു. അപ്പൊ പാദസരം എങ്ങനെ ഇവിടെ വന്നു? അച്ഛനിട്ടില്ലേ? ഇല്ല. ഇല്ലേ? അച്ഛാ, അച്ഛാ, എന്തടാ? ഇങ്ങോട്ട് വന്നേ. അച്ഛൻ ഇവിടെ നടന്നൊന്നും അറിഞ്ഞില്ലേ? എന്ത്? ഇവിടെ കിലുക്കം കേട്ടുന്ന നിഴല് മാറിന്ന അച്ഛനൊന്നും അറിഞ്ഞില്ലേ? നേരല്ല. ആച്ചാ, ഞാൻ കണ്ടതാ, പ്രേതോണ്. ആ, പ്രേതത്തിനെ പിടിച്ച്. എവിടെന്ന് പിടിച്ചെന്ന്? നീ എന്തി പറയണേ? ഞാൻ പോയി കിടക്കാൻ പോണി, എനിക്ക് ഉറക്കം വരണം. അതെന്ത് പരിപാടി? പാദസ്വരനെ എവിടെ പോയി? പാദസരോ? ഇതെന്റെ കാരണം ഇങ്ങനെ വന്ന്. ഇതെന്ത് കളിയാണ് ചീ കളിച്ച്? ഇവർക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിലോ? ഇന്നിവിടെ പ്രേതകഥ പറഞ്ഞ്. അപ്പൊ പ്രേതത്തിന്റെ വല്ല അനുഭവം ഉണ്ടോന്ന് ചോദിച്ച്. അതിന് അപ്പൊ ഇവർക്കൊരു അനുഭവം ഉണ്ടാവട്ടെ എന്ന് കരുതി ചെയ്തതാ. പക്ഷേ നീ വന്നതോടുകൂടി പൊളിഞ്ഞ്. എന്നാലും അച്ഛാ, ഇത് ഇത്തിരി കൂടിപ്പോയിട്ടാ. എന്റെ ജീവൻ പോയനെ. ഒരു കാര്യം ചെയ്യ്, പോയി കിടന്നോ, നമുക്ക് രാവിലെ കാണാം. അവന് വരാൻ കണ്ടൊരു നേരം.